ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ഇന്ത്യയിൽ എന്തിനാണ് ചിലർ തെരുവിലിറങ്ങുന്നത്? ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരു വിദേശ നേതാവിനോടുള്ള അമിതമായ സ്നേഹം പ്രകടിപ്പിക്കാൻ സ്വന്തം രാജ്യത്തെ നിയമം കാറ്റിൽ പറത്തി സ്വന്തം പോലീസിന് നേരെ കല്ലെറിയുന്നത് ഏതർത്ഥത്തിലാണ് ന്യായീകരിക്കാനാകുക? ശ്രീനഗറിലെ ബറ്റമാലു മേഖലയിൽ കഴിഞ്ഞ ദിവസം കണ്ടത് ഈ അക്രമമാണ്. വലിയ ആൾക്കൂട്ടങ്ങൾ പാടില്ലെന്ന ജമ്മു കാശ്മീർ ഭരണകൂടത്തിന്റെ കർശന വിലക്ക് ലംഘിച്ചാണ് ആയിരങ്ങൾ ഖമേനിയുടെ ചിത്രങ്ങളും ഇറാന്റെ പതാകകളുമായി തെരുവിലിറങ്ങിയത്. ലാൽ ചൌക്കിൽ മാത്രം 100,000-ഓളം ആളുകൾ തടിച്ചുകൂടി. സമാധാനപരമെന്ന് അവകാശപ്പെട്ട പ്രതിഷേധം പെട്ടെന്ന് അക്രമാസക്തമായി. സുരക്ഷാ സേനയ്ക്ക് നേരെ വ്യാപകമായ കല്ലേറുണ്ടായി. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തി ചാർജ് നടത്തുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്യേണ്ടി വന്നു. 2019 ശേഷം കാശ്മീർ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നാണിത്. ഇവിടെ സ്വാഭാവികമായും ഉയരുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ആരാണ് ഇവർക്ക് അലി ഖമേനി? അദ്ദേഹം ആഗോള മുസ്ലിങ്ങളുടെ ആകെ നേതാവാണോ? മറ്റൊരു രാജ്യത്തിന്റെ നേതാവിന് വേണ്ടി സ്വന്തം രാജ്യത്ത് അക്രമം അഴിച്ചുവിടാനും രാജ്യത്തിന്റെ സുരക്ഷാ സേനയെ ആക്രമിക്കാനും മാത്രം എന്ത് ബാധ്യതയാണ് ഇവർക്കുള്ളത്? ആ രാജ്യത്തെ 80% ആളുകൾക്കും വേണ്ടാത്ത ഒരു നേതാവിനെ, അയാളുടെ മരണത്തിൽ വലിയൊരു വിഭാഗം സന്തോഷിക്കുന്ന ഒരു നേതാവിനെ, അങ്ങനെ ഒരു നേതാവിന്റെ പേരും പറഞ്ഞ് നമ്മുടെ സുരക്ഷാ സേനയെ കൈവയ്ക്കുന്നത് ഒരു രീതിയിലും ന്യായീകരിക്കാനാകില്ല. ഈ പ്രതിഷേധക്കാരുടെ ഇരട്ടത്താപ്പും കാപട്യവുമാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടേണ്ടത്. സ്വന്തം രാജ്യത്ത് കാശ്മീരിലെ തന്നെ പഹൽഗാമിൽ പാക് ഭീകരർ മതം തിരിച്ച് 26 നിരപരാധികളെ നിഷ്കരുണം കൊന്നുതള്ളിയപ്പോൾ ഈ രക്തത്തളപ്പൊന്നും കണ്ടില്ലല്ലോ. സ്വന്തം നാട്ടിലെ സഹോദരങ്ങൾ സ്വന്തം മണ്ണിൽ വെടിയേറ്റ് മരിച്ചപ്പോൾ ഇല്ലാത്ത പ്രതിഷേധവും വിലാപവും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഒരു വിദേശ നേതാവിനായി എന്തിനാണ് ഇവർ കാണിക്കുന്നത്? വിദേശത്തെ സംഭവങ്ങളുടെ പേരിൽ സ്വന്തം നാടിന്റെ സമാധാനം കെടുത്തുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്യുന്ന ഈ പ്രവണത വരുന്നത് മതം എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. ലോകത്ത് എവിടെ ഒരു മുസ്ലിം കൊല്ലപ്പെട്ടാലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അത് കണ്ട് വേദനിക്കേണ്ട കാര്യമുണ്ടോ? അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അവരെല്ലാം മതമൗലികവാദികളാണ്. ഇത്തരം തീവ്ര മതമൗലികവാദികളുടെ അമേധ്യം ഭക്ഷിക്കുന്ന കുറെ ഇടതുപക്ഷ കോൺഗ്രസ് പൊങ്കുവന്മാരും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ആയിരക്കണക്കിന് സ്വന്തം ജനതയെ കൊന്നൊടുക്കിയ, മുടി പുറത്ത് കണ്ടതിന് സ്ത്രീകളെ പച്ചയ്ക്ക് കശാപ്പ് ചെയ്ത ബാലവിവാഹം നിയമം നിലനിർത്തി പിഞ്ച് പെൺകുഞ്ഞുങ്ങളെ പെഡോഫൈലുകൾക്ക് എറിഞ്ഞുകൊടുത്ത ഒരാൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഇവരൊക്കെയാണ് മോദി ഫാഷിസ്റ്റ് ആണ് എന്ന് വിളിക്കുന്നത്, ഹിന്ദുത്വത്തിനെ എതിർക്കാൻ നടക്കുന്നത്. ഇവരുടെയൊക്കെ തനി ഗുണം കാണണമെങ്കിൽ ഇപ്പോഴുള്ള ഇവരുടെ പ്രതിഷേധങ്ങൾ നോക്കിയാൽ മതി. ഇനി ഇതൊന്നും ഇവരുടെ അഭിനയമല്ല, ശരിക്കുള്ള വികാരമാണെങ്കിലും ഇത്തരം വികാര പ്രകടനങ്ങൾ അതിരുവിട്ട് സ്വന്തം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായി മാറാൻ അനുവദിച്ചുകൂടാ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.